നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന 1 രൂപ നാണയം വളരെ ചെറുതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വളരെ ചെറിയൊരു തുകയാണ് അല്ലേ? യെസ് ഓർ നോ? ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 1 രൂപ നാണയം വളരെ ചെറിയൊരു തുകയല്ലേ? യെസ് ഓർ നോ? ഒന്ന് പറഞ്ഞു നോക്കേ. ഇവിടെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ക്ലാസ്സുകളിൽ സ്ഥിരമായി പങ്കെടുത്ത് ഇതിൻ്റെ പറ്റി മനസ്സിലാക്കിയ ആളെല്ലാവരും പറയുന്നു അല്ല. ക്ലാസ്സിൽ സ്ഥിരമായി ശ്രദ്ധിക്കാതെയും ക്ലാസ്സിൽ അനുഭവിക്കാതെയും ആൾക്കാർ പറയുന്നു ചെറിയൊരു തുകയാണ് അല്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ വ്യത്യാസമുള്ളത്. എന്താണ് സംഭവിക്കുന്നത്? ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇതിന് വലിയ വിലയൊന്നുമില്ല എന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ പലപ്പോഴും ചെറിയ ഒരു അടയാളത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു കല്യാണം തീരുമാനിക്കുന്നത് ഒരു റിങ് കമ്മിറ്റ്മെന്റ് നടത്തിയിട്ടാണ്. നമുക്കൊരു ഫോട്ടോ നമ്മുടെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ അച്ചീവ്മെന്റിനെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഈ 1 രൂപ നാണയം നിങ്ങളുടെ വെൽത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഇൻറ്റൻഷനെ ഓർമ്മിപ്പിക്കുന്ന സിമ്പിളാണ്. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് കോടീശ്വരനാവാനായിട്ട്. അപ്പോൾ പണം വരണമെങ്കിൽ ആദ്യം പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളെ, വികാരങ്ങൾ മാറണം. ഫീലിങ്സ് മാറാൻ ആദ്യം വേണ്ടത് ഫോക്കസ് ഉണ്ടാവുക, ശ്രദ്ധയുണ്ടാവുക. ശ്രദ്ധയുണ്ടായാൽ മാത്രമാണ് നമുക്ക് പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ വെൽത്ത് മാഗ്നറ്റ് ടൂളാണ് നിങ്ങളുടെ കയ്യിലുള്ള 1 രൂപ നാണയം. നാണയമൊന്നും മാറുന്നില്ല, നാണയം നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും. പക്ഷേ ഇത് ഉള്ള കയ്യിൽ പിടിച്ചവന്റെ മനസ്സ് മാറാൻ തുടങ്ങുന്നു. മനസ്സ് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ കൂടി മാറുന്നു എന്നതാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇത് പ്രധാനമായിട്ട് പറയേണ്ടത്. നോക്കൂ, ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. സ്റ്റീവ് ജോബ്സിന്റെ ഒരു സീക്രട്ട് ഞാൻ ഇടയിൽ വായിക്കേണ്ടായി. സ്റ്റീവ് ജോബ്സിന്റെ എന്താണ് പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് സ്റ്റീവ് ജോബ്സിന്റെ കണ്ടുപിടുത്തത്തിൽ അല്ലേ. ഇഷ്ടം പോലെ ഫോണുകളുണ്ട് അല്ലേ, അത് വലിയ വിഷയമുള്ള കാര്യവുമല്ല. സ്റ്റീവ് ജോബ് യഥാർത്ഥത്തിൽ ഫോണാണോ ഉണ്ടാക്കിയത്, അല്ല അദ്ദേഹം ഒരു ബ്രാൻഡാണോ ക്രിയേറ്റ് ചെയ്തത്? ഇതാണ് പ്രത്യേകത. ഒരു സിമ്പിളാണോ സൃഷ്ടിച്ചത്, ഒരു അടയാളമാണോ സൃഷ്ടിച്ചത്? ആപ്പിളിന്റെ ലോഗോ കാണുമ്പോൾ ആളുകൾക്ക് ഓർമ്മ വരുന്നത് എന്താണ്? അവരുടെ ഒരു സ്റ്റേറ്റ് ആണ്, ഒരു സിംപ്ലിസിറ്റിയാണ്, ക്രിയേറ്റിവിറ്റിയാണ്, ഇന്നോവേഷനാണ് ഓർമ്മ വരുന്നത്. ഇതാണ് സിമ്പിളിന്റെ പവർ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സിമ്പിൾ വേണം, നമുക്കൊരു അടയാളം വേണം. ഓരോ തവണയും ആ അടയാളം കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡ് പറയണം, ഞാൻ എൻ്റെ ലക്ഷ്യം മറക്കില്ല, ഞാൻ സമൃദ്ധിയിലേക്ക് പോകുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന ഓർമ്മിപ്പിക്കുന്ന ഒരു അടയാളം നമുക്ക് വേണം. 1 രൂപ നാണയം ചെറുതായി തോന്നുന്നുണ്ടെങ്കിൽ അതിന് ശരിയായ ഇൻറ്റൻഷനിൽ ചാർജ് ചെയ്താൽ അത് നിങ്ങളുടെ വെൽത്ത് ഫോക്കസിന്റെ പേഴ്സണൽ അടയാളമായി മാറും. അപ്പൊ ലോകം ബ്രാൻഡിന്റെ അടയാളം കൊണ്ട് ഓർക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ഗോളിന്റെ അടയാളം കൊണ്ട് ഓർക്കട്ടെ. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത് എന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ഇനി നമുക്ക് ക്ലിയർ ആയിട്ട് ക്ലാസ്സിലേക്ക് അടക്കാം. എങ്ങനെയാണ് നടക്കുന്നതെന്ന് വളരെ കൃത്യമായി പറഞ്ഞുതരാം. പക്ഷെ എല്ലാവരോടും പറയുന്നു, കോയിൻ പലരും ചോദിക്കും, 1 രൂപ നാണയം കൊണ്ട് എങ്ങനെ പണം വരും? സത്യം പറയട്ടെ, ഈ നാണയമല്ല പണം കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ സത്യസന്ധത, ഇതാണ് അവസരങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആക്ഷൻ ആണ് നിങ്ങളുടെ ധൈര്യം നൽകുന്നത്. നിങ്ങളുടെ എനർജിയാണ് ആളുകളോട് സംസാരിക്കുന്ന രീതിയെ മാറ്റുന്നത്. അപ്പോൾ ഈ കോയിൻ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ, നിങ്ങൾ വഴി തെറ്റുമ്പോൾ നിങ്ങളുടെ ഗോളിലേക്ക് തിരിച്ചു വിളിക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് ഭയം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അബൻഡൻസിനെ ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ഡൗട്ടിലേക്ക് പോകുമ്പോൾ ഇൻറ്റൻഷൻ ചാർജ് ചെയ്യുന്ന ചാർജാണ്. അതുകൊണ്ട് കോയിനെ നിങ്ങൾ സിമ്പിളായി കാണണ്ട. ഇത് ഇത്രയും വലിയ മാജിക് ഇവിടെ കാണിക്കാൻ പോവുകയാണ്.
കോയിൻസ് നിങ്ങളുടെ മൈൻഡിൻ്റെ റിമോട്ട് കൺട്രോളായി മാറുകയാണ്. നിങ്ങളത് കയ്യിലെടുക്കുമ്പോൾ ഇത് നിങ്ങളുടെ മൈൻഡ് വീണ്ടും വെൽത്ത് ഫ്രീക്വൻസിയിലേക്ക് മാറും എന്നുള്ളതാണ് പ്രത്യേകത.